പീരുമേട് CPI സ്ഥാനാർത്ഥി പട്ടികയായി ജോസ് ഫിലിപ്പ്, കെ സലിംകുമാർ, സോബിൻ സോമൻ എന്നിവർ പട്ടികയിൽ. ജോസ് ഫിലിപ്പ് സംസ്ഥാന കൗൺസിൽ അംഗവും കെ സലിംകുമാർ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, പീരുമേട് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. CPI സ്ഥാനാർത്ഥി പട്ടികയായിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? വളരെ ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഒരു അവസാന 3 പേരുകളിലേക്ക് പീരുമേട് എത്തിയിട്ടുള്ളത്. അതായത് CPIയുടെ പട്ടികയാണ് നിലവിൽ പുറത്തു വന്നത്. ജോസ് ഫിലിപ്പ്, സലീംകുമാർ, അതുപോലെ തന്നെ സോബിൻ സോമൻ എന്നിവരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സലീംകുമാർ ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ്. ജോസ് ഫിലിപ്പ് സംസ്ഥാന കൗൺസിൽ അംഗമാണ്. സോബിൻ സോമൻ വാടൂർ സോമന്റെ മകനും ജില്ലാ കൗൺസിൽ അംഗവുമാണ്. അത്തരത്തിൽ 3 ആളുകളാണ് നിലവിൽ ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പീരുമേട് മണ്ഡലത്തിൽ നടന്ന LDF ജാഥയുടെ ക്യാപ്റ്റൻ കെ സലിംകുമാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സലിംകുമാറിന് കൂടുതൽ സാധ്യത പീരുമേട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ ഏറ്റവും താല്പര്യമുള്ളത് കെ സലിംകുമാറിനെ ആണെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് ജോസ് ഫിലിപ്പിന്റേതാണ്. ജോസ് ഫിലിപ്പ് കഴിഞ്ഞ തവണ, അതായത് വാഴൂർ സോമനൊപ്പം തന്നെ മത്സരം ആ സമയത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജോസ് ഫിലിപ്പ്. മണ്ഡലത്തിൽ നിന്ന് തന്നെ, അതായത് പീരുമേട് മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ്. പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യം ജോസ് ഫിലിപ്പിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലാണ്. കാരണം തോട്ടം മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ സാധിച്ച ഒരു വ്യക്തിയാണ്. അതായത് ട്രേഡ് യൂണിയനിലൂടെ എല്ലാം തന്നെ വലിയ സ്വാധീനം തോട്ടം മേഖലയിലും തൊഴിലാളികൾക്കിടയിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചൊരു പ്രാദേശിക നേതാവാണ് ജോസ് ഫിലിപ്പ്. അതുകൊണ്ട് തന്നെ ജോസ് ഫിലിപ്പിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പ്രാദേശിക നേതൃത്വം ആദ്യഘട്ടത്തിൽ നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോസ് ഫിലിപ്പിന്റെ പേര് കൂടി പട്ടികയിൽ പരിഗണിച്ചിട്ടുള്ളത്. സോബിൻ സോമനെ യുവ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കണ്ടിട്ടുള്ളത്. അതായത് എതിർ പാർട്ടികൾ, അതായത് കോൺഗ്രസും BJPയും എല്ലാം തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാധ്യത കൂടുതലാണ്. യുവ സ്ഥാനാർത്ഥികൾ എത്തുമെന്നുള്ള ഒരു സൂചന ഇരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ യുവാവിനെ പരിഗണിക്കേണ്ടതുണ്ടെങ്കിൽ സോബിൻ സോമനെ പരിഗണിക്കുക എന്നുള്ളതാണ് നിലവിൽ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇന്ന് തന്നെ അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും കെ സലിംകുമാറിനാണ് പീരുമേട്ടിൽ LDF സ്ഥാനാർത്ഥിയാകാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി സുബിൻ.